And our goal is not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിൽ ബിസിനസ് റിസർച്ച് എന്നുള്ള മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്കിന്ന് പഠിക്കാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് റിസർച്ച് എന്ന്. ദ വേർഡ് റിസർച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു സിലബിൾസ്. രണ്ട് സിലബിൾസിൻ്റെ കോമ്പിനേഷനാണ്. ഒന്ന് റീ, ഒന്ന് സെർച്ച്. റീ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സും സെർച്ച് എന്ന് പറയുന്ന ഒരു വേർബും. അപ്പോൾ റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ, സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ. അപ്പോൾ പിന്നെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു വേർഡ്സ് ഫോം എ നൗൺ. ഇത് രണ്ടും വെച്ചാണ് ഒരു നൗൺ വന്നിരിക്കുന്നത്. ടു എക്സ്പ്ലെയിൻ എ കെയർഫുൾ ആൻഡ് സ്ട്രക്ചേർഡ് സ്റ്റഡി ഇൻ എ ബ്രാഞ്ച് ഓഫ് നോളജ് പെർഫോം ടു എക്സ്പ്ലോർ ഫാക്ട്സ്. ഇപ്പോൾ ഫാക്ട്സ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നമ്മൾ നടത്തുന്ന ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡിയാണ് നമ്മൾ നോർമലി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ നോക്കാം. LV Redman and AVH Mori defines research as a systematized effort to gain new knowledge. പുതിയ നോളജ് കിട്ടാൻ വേണ്ടി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു എഫേർട്ടിനാണ് നമുക്ക് റിസർച്ച് എന്ന് പറയാൻ പറ്റുന്നത്. CR കോത്താരി എന്താ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് റിസർച്ച്, സയന്റിഫിക്കായും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള റിസർച്ച് അല്ല സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ മേലെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സ്പെസിഫിക്കും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള ഒരു സെർച്ചിനാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമത്തെ, റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് ഇൻക്വയറി ഇൻ എനി ബ്രാഞ്ച് ഓഫ് നോളജ്. ഏതെങ്കിലും ഒരു ഫീൽഡ് ഓഫ് നോളജിൽ നമുക്ക് നടത്തുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണത്തെയാണ് നമുക്ക് റിസർച്ച് എന്ന് പറയാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഡിസ്കവർ ഓർ റിവൈസ് ഫാക്ട്സ്. ഒന്നുകിൽ പുതിയ ഫാക്ട്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫാക്ട്സിനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിയറീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ എനി സ്പെസിഫിക് ഫീൽഡ് ഓഫ് സ്റ്റഡി. അല്ലെങ്കിൽ ഫാക്ട്സ് അല്ല, തിയറീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഏതും നമുക്ക് റിവൈസ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ വേണ്ടി ഇത് യൂസ് ചെയ്യാം. റിസർച്ച് ഈസ് എൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഡിസൈൻഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ സോൾവിങ് എ പ്രോബ്ലം. അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയും ആവാം റിസർച്ച് എന്ന് പറയുന്നത്. എ റിസർച്ച് പ്രോസസ് അഡോപ്റ്റ് സയന്റിഫിക് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. റിസർച്ച് എന്ന് പറയുന്നത് അത് സയന്റിഫിക്, വെറുതെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നതിന് റിസർച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. എ റിസർച്ച് പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് എ പ്രോബ്ലം. റിസർച്ച് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം വെച്ചിട്ടാണ്. ഇറ്റ് കളക്ട്സ് ഡാറ്റ. എന്നിട്ട് അതിന് വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്യും, സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ കളക്ട് ചെയ്യും. അനലൈസസ് ഇസ് ക്രിട്ടിക്കലി ടു അറൈവ് അറ്റ് എ ഡിസിഷൻ. അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുവാണ്. റിസർച്ച് എൻഡേവേഴ്സ് ടു ഡെവലപ്പ് ന്യൂ സയന്റിഫിക് ടൂൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്. റിസർച്ച് വെച്ചിട്ട് നമുക്ക് പുതിയ സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസ് കണ്ടുപിടിക്കാം, പുതിയ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാം, പുതിയ തിയറീസ് ഡെവലപ്പ് ചെയ്യാം. റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. പുതിയ നോളജ് കണ്ടുപിടിക്കാനുള്ള, ഗെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ജസ്റ്റ് നമ്മൾ വെറുതെ ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് റിസർച്ച് എന്ന് പറയില്ല. അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം. റിസർച്ച് റിലൈസ് ഓൺ എംപിരിക്കൽ എവിഡൻസ് ആൻഡ് ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ ഒപ്പീനിയൻ വെച്ചല്ല ഇതിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എവിഡൻസോ ഉണ്ടായിരിക്കണം റിസർച്ചിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന്. ഒന്നാമത്തെ, ടു എക്സ്റ്റെൻഡ് ദ നോളജ് ബേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ഓൾറെഡി ഇരിക്കുന്ന നോളജ് ഇൻക്രീസ് ചെയ്യാം. ആ ഒരു ബേസ്, നോളജിന്റെ ഒരു ബേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ടു ഡിസ്കവർ ദ ട്രൂത്ത്. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിനോമിന അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ ബാക്കിലുള്ള, ബിഹൈൻഡുള്ള ഒരു ട്രൂത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ടു ഫൈൻഡ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എൻക്വയറി നടത്തി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തി അത് സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. നെക്സ്റ്റ്, ടു വെരിഫൈ ആൻഡ് ടെസ്റ്റ് എക്സിസ്റ്റിംഗ് തിയറീസ് ആൻഡ് ഫാക്ട്സ്. ഓൾറെഡി ഇരിക്കുന്ന തിയറീസും ഫാക്ട്സും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിസർച്ചിൻ്റെ അകത്താണെങ്കിൽ എല്ലാ തിയറീസും ഫാക്ട്സും നമ്മൾ പറയുന്ന എല്ലാത്തിനും ബാക്കപ്പ് വിത്ത് എവിഡൻസ് ആയിരിക്കണം. എംപിരിക്കൽ എവിഡൻസ് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമേ നമുക്കതൊരു ഫാക്ട് അല്ലെങ്കിൽ തിയറി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൾറെഡി ഇരിക്കുന്ന തിയറിയും ഫാക്റ്റിൻ്റെയും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. ടു ഡെവലപ്പ് ന്യൂ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്. ഓൾറെഡി ഇരിക്കുന്ന കോൺസെപ്റ്റ്സും തിയറീസും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പുതിയ തിയറീസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് റിസർച്ച് ആവശ്യമാണ്.
ടു സീക്ക് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ എൻ എക്സിസ്റ്റിംഗ് സ്ലൈസ് ഓഫ് നോളജ്. ഓൾറെഡി ഇരിക്കുന്ന ഒരു നോളജ് നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു നോളജ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നമ്മളൊരു നോളജ് അക്വയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പറ്റുന്ന എന്തെങ്കിലും ഇവൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് മാത്രമല്ല നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള പല ഇവൻറ്റ്സും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു അസിസ്റ്റ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് വെച്ചിട്ട് നമ്മൾ പുതിയ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ പോളിസീസും അതേപോലെ തന്നെ പുതിയ ഡിസിഷൻസും ഒക്കെ അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് നോക്കാം. ഒന്നാമത്തെ, ബ്രോഡൻസ് ദ നോളജ് ബേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നമ്മുടെക്കുള്ള നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ നോളജ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ഓഫ് നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഡിസ്കവർ ദ ട്രൂത്ത്. ഏതെങ്കിലും ഒരു ഫിനോമിന നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ട്രൂത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, റിസർച്ച് അപ്ഡേറ്റ്സ് പ്രീവിയസ് റിസർച്ചേഴ്സ് ആൻഡ് ഇസ് ഡെവലപ്മെൻറ്റ്സ്. മുന്നേ ഉണ്ടായ ഒരു റിസർച്ചിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ. പണ്ടൊരു റിസർച്ച് നടന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മേലെ തന്നെ നമുക്ക് പിന്നെ റിസർച്ച് നടത്താം, അതിലെന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് നടത്താം. നെക്സ്റ്റ്, ഡെവലപ്സ് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ എൻ എക്സിസ്റ്റിംഗ് ടെക്നോളജി. ഓൾറെഡി ഇരിക്കുന്ന ഒരു ടെക്നോളജിയെ നമുക്ക് വേറെ ഏതെങ്കിലും ഫീൽഡിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ടെക്നോളജി, പുതിയ ടെക്നോളജി കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ടെക്നോളജി അതിൻ്റെ പുതിയ ആപ്ലിക്കേഷൻസ്, പുതിയ ഏരിയാസ് എവിടെയൊക്കെ പുതിയതായിട്ട് നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫൈൻ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, അൺറിസോൾവ് പ്രോബ്ലംസ് ഇൻ ദ യൂണിവേഴ്സ്. അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ പേഴ്സൺ ഫേസ് ചെയ്യുന്ന മിസ്റ്ററീസ് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള പ്രോബ്ലംസ്, അതിനെല്ലാം ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി വെച്ച് നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും റിസർച്ച് ത്രൂ. നെക്സ്റ്റ്, പ്രൊമോട്ട്സ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് ഓൾട്ടർനേറ്റീവ്സിന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്നുള്ള നോളജ് നമുക്ക് ആദ്യം വേണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിസർച്ച് യൂസ് ചെയ്യാം, കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഏതൊക്കെയാണ് നമ്മളെ ബെറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാനിങ്ങിനും നമുക്കിത് യൂസ്ഫുൾ ആണ്. പ്ലാനിങ്ങിന് വേണ്ടി ഒരുപാട് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, അത് ഗ്യാദർ ചെയ്യാനും നമുക്ക് റിസർച്ച് നടത്താം. പ്രൊമോട്ട്സ് പ്രൊഫഷണലിസം. അതേപോലെ തന്നെ നമുക്ക് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെർട്ടൈസ്, കോൺഫിഡൻസ്, കോമ്പിറ്റൻസ്, മോട്ടിവേഷൻ, അക്കൗണ്ടബിലിറ്റി, ലോയൽറ്റി എക്സെട്ര. അതിനൊക്കെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വർക്കിലുള്ള എക്സ്പെർട്ടൈസിനൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ നോളജ് അക്വയർ ചെയ്യുന്ന ഇതോടുകൂടി നമുക്ക് പ്രൊഫഷണലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി എക്സ്പേർട്ട് ആവാൻ പറ്റും. നമുക്ക് അതിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും, കുറച്ചുകൂടി നമുക്ക് അക്കൗണ്ടബിലിറ്റി പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഫഷണലിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി റിസർച്ച് നെസസറി ആണ്. നമുക്ക് റിസർച്ചിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ടു മാൻകൈൻഡ്. ഹ്യൂമൻ ബീയിങ്സിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് റിസർച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത് മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും ട്രാൻസ്പോർട്ടേഷനിലായാലും കമ്മ്യൂണിക്കേഷനിലായി കഴിഞ്ഞാലും എല്ലാത്തിലും ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നത് കൊണ്ടാണ്, അതിൽ പുതിയ പുതിയ നോളജ് അക്വയർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പുതിയ ഫെസിലിറ്റീസ്, അതുപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് റിസർച്ച് നടത്തിക്കൊണ്ടാണ് അല്ലേ. നെക്സ്റ്റ്, ട്രസ്റ്റ് വർത്തി ഇൻഫർമേഷൻ. റിസർച്ചിൻ്റെ അത് നമുക്കറിയാം ബാക്കപ്പ് ആയിട്ട് നമുക്ക് എവിഡൻസ് വേണം. അപ്പോൾ അതിൽ റിസർച്ച് നടത്തിയിരിക്കുന്ന ഒന്നും ഗസ് വർക്ക് അല്ല, അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ അല്ല. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ഇൻഫർമേഷനാണ്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനാണ്. എക്സ്റ്റെൻസ് ഹ്യൂമൻ നോളജ്. നമ്മുടെ നോളജിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പല ഫീൽഡിൽ നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് റിസർച്ച് കാരണം. എന്ന് വെച്ചാൽ പുതിയ പുതിയ നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പുതിയ നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. അനിഹിലേറ്റ്സ് ക്യൂരിയോസിറ്റി. നമുക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ് അല്ലേ, എപ്പോഴും ക്യൂരിയോസ് ആയിരിക്കും, എന്തൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് റിസർച്ചിനെ കൊണ്ട് പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു ഫീൽഡിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ റിസർച്ച് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റി അനിഹിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചിന് പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, റിസോഴ്സ് പ്രോബ്ലംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് പലതവണ.
ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി റിസർച്ച് നടത്തിയേ പറ്റുള്ളൂ. ഒരു പ്രോബ്ലത്തിന് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ. നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കുറേ സ്റ്റഡി ചെയ്യേണ്ടി വരും. ഈ സ്റ്റഡിയാണ് നമുക്ക് റിസർച്ചിൽ കൂടി സാധ്യമാവുന്നത്. നെക്സ്റ്റ്, ഇൻവെൻഷൻ ആൻഡ് ഇന്നൊവേഷൻ. പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഒക്കെ നമുക്ക് പറ്റുന്നതാണ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനോ, ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐഡിയ കൊണ്ടുവരാനോ, അങ്ങനെ എന്തെങ്കിലും നടത്താൻ വേണ്ടി പുതിയ രീതിയിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഓൾറെഡി ഇരിക്കുന്ന പുതിയ രീതിയിൽ ചെയ്യാനോ, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, സപ്പോർട്ട്സ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് എന്ത് ചെയ്യണം, പല രീതിയിലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിനകത്ത് നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റിസർച്ച് നടത്തേണ്ടി വരും. അതുപോലെ പ്ലാനിങ്ങിലും നമുക്കൊരു പെർട്ടിക്കുലർ എന്തെങ്കിലും അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ നടത്തണം. അപ്പം ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനൊരു പ്ലാനിങ് നടത്തണമെങ്കിൽ അതിനുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലാണ് നമ്മൾ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്രിങ്സ് പ്രൊഫഷണലിസം ഇൻ ഓൾ സെക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ലോയൽറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കുറച്ചുകൂടി കോൺഫിഡൻസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നോളജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഫഷണലിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാ സെക്ടേഴ്സിലും നമുക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റിസർച്ച് ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് പറയുന്ന ടെസ്റ്റ് ദ റെലവൻസ് ആൻഡ് ആപ്ലിക്കബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് നോളജ്. ഓൾറെഡി ഇരിക്കുന്ന നോളജ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത് റെലവൻ്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതും റിസർച്ച് വെച്ചിട്ടാണ്. ഫോക്കാസ്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. നമുക്ക് ഫ്യൂച്ചറിലുള്ള ഒരു ഇവൻ്റ് ഇപ്പോൾ ഫോക്കാസ്റ്റ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. മാർക്കറ്റ് റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ അതിൻ്റെ ഡിമാൻഡ് എന്താണ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. ഹെൽപ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിൽ, പ്ലാനിങ്ങിൽ, അതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ പുതിയൊരു ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, ഇന്നൊവേഷൻ, ഇൻവെൻഷൻസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് റിസർച്ച് നെസസറിയാണ്. അസിസ്റ്റ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഒരു പുതിയ പ്രൊജക്റ്റ് കണ്ടുപിടിക്കാനും അത് സ്റ്റഡി ചെയ്യാനും അത് ഫീസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ലാസ്റ്റ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എല്ലാ ഫീൽഡിലും നമുക്ക് റിസർച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് നടത്തേണ്ടി വരും. പിന്നെ റിസർച്ചിന് അത് പ്രോജക്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ ഫീസിബിലിറ്റി, അത് ആപ്ലിക്കബിൾ ആണോ എന്നറിയാൻ വേണ്ടി, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ഫീസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അതിനെ ഇംപ്ലിമെൻറ്റേഷൻ, ലാസ്റ്റ് ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് റിസർച്ച് തന്നെയാണ്. നമ്മളിന്ന് പഠിച്ചത് റിസർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ റിസർച്ച് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ ബെനിഫിറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ അപ്രോച്ചസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.